ഏറ്റുമുട്ടി. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള പരാതികളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. മുകേഷ്, ജയസൂര്യ, ഇടവേള ബാബു ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി നൽകിയ നടി മിനു മുനീർ, സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടി എന്നിവരുടെ മൊഴിയെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ ഉദ്യോഗസ്ഥരായ എസ് അജിത ബീഗം, ജി പൂങ്കുഴലി എന്നിവർ ആലുവയിലെ ഫ്ളാറ്റിലെത്തിയാണ് മിനു മുനീറിന്റെ മൊഴിയെടുക്കുന്നത്. അന്വേഷണം നടത്തുന്നുണ്ടല്ലേ, നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഓക്കെ, തിരുവനന്തപുരത്താണ് യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. മിനു മുനീറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ആലുവയിൽ വെച്ചാണ്. യുവനടന്റെ പേര് അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയതായി പരാതി നൽകിയ ശേഷം സോണിയ മൽഹാർ പറഞ്ഞു. കുടുംബത്തിൽ നിന്ന് സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും സോണിയ മൽഹാർ പറഞ്ഞു. തിരുവനന്തപുരത്താണ് സോണിയ മൽഹാറിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. അതേസമയം നടൻ സിദ്ദിഖിനെതിരെ യുവനടി കൊടുത്തിരിക്കുന്ന പരാതിയിൽ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നിരവധി ഭീഷണി കോളുകൾ വരുന്നതായും സോണിയ മൽഹാറിന്റെ പ്രതികരണമുണ്ട്. സോണിയ മൽഹാറിന്റെ പ്രതികരണത്തിലേക്ക്. SIT ഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് സഹിതം ലൊക്കേഷനും സംവിധായകന്റെ പേരും ലൊക്കേഷനും തുറന്നു പറഞ്ഞൂടെ? കാരണം പലരുടെ പേരിനെ സംശയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ 1-2 പേരുടെ പേരിലെ പരാതി ഉള്ളെങ്കിൽ ആ പേര് പറയുന്നില്ല നല്ലത്, എല്ലാവരെയും സംശയം നിർത്താതെ. അതിപ്പോ അന്വേഷണ കമ്മീഷന് മുമ്പാകെയാണ് കൊടുത്തിരിക്കുന്നത് പേര്. തൽക്കാലം മീഡിയയുടെ മുമ്പിൽ. അത് വേറൊന്നുമല്ല, എന്റെ വീട്ടിൽ കുറച്ച് പ്രഷറുണ്ട്. പറയേണ്ടി വന്നാലും പറയും. അവരെ ഒന്ന് കൺവിൻസ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോ എന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവര് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക, ഈ വിഷയം അഡ്രസ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. ഇതൊരിക്കലും ഒരു സോണിയ മൽഹാറിന്റെ വിഷയമല്ല. അത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം. ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പൊതുവെ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ് ചെയ്തതാണ്. അപ്പൊ അഡ്രസ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോ എന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല. നടന്ന കാര്യത്തിൽ പറയാൻ പറ്റും. അപ്പൊ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റും. അതാണ് സോണിയ മൽഹാറിന്റെ പ്രതികരണമാണ് കേട്ടത്. അവർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴിയും കൊടുത്തിട്ടുണ്ട്. ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തിയതിനും കേസെടുത്തതിന് പിന്നാലെ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമങ്ങളിൽ ഇതുവരെ 18 പരാതികളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതിന് ശേഷം സോണിയ മൽഹാറാണ് പ്രതികരണം നടത്തിയത്. മാധ്യമങ്ങളോട് പറഞ്ഞത് മൊഴിയായിട്ട് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. പലതരത്തിലുള്ള ഭീഷണി കോളുകളും വരുന്നുണ്ട്. DGP എന്ന് സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിൽ നിന്ന് തുടർച്ചയായി ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. പേരുകളും അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഭീഷണിപ്പെടുത്തി പിന്മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പക്ഷേ ഇതിൽ വീഴുകയില്ല എന്നുമാണ് സോണിയ മൽഹാർ പറഞ്ഞത്. 2 പേരുടെ പേരുകൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞതായും അവർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. സിദ്ദിഖിനെതിരെയുള്ള പരാതി ഉന്നയിച്ചത് ഒരു യുവനടിയാണ്. ഇതിലാണ് ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അമ്മയിലും കാര്യങ്ങൾ നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷവും എതിർപ്പ് അമ്മയിൽ തുടരുകയാണ്. രാജിവെക്കുവാനുള്ള തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതല്ല എന്നാണ് ഇപ്പോൾ പരസ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. രാജിവെക്കാനുള്ള തീരുമാനത്തിൽ വിനു മോഹൻ, അനന്യ, ടൊമിനോ, സരയു എന്നിവരാണ് എതിർപ്പ് അറിയിച്ചത്. ഒടുവിൽ ഭൂരിപക്ഷ തീരുമാനത്തിന് 4 പേരും വഴങ്ങുകയായിരുന്നു. വിനു മോഹന്റെ പ്രതികരണത്തിലേക്ക്. ഇതില് നമ്മളുടെ ഈ സംഘടനയുടെ ഒരു
സുപ്രീം പവർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറൽ ബോഡിയാണ്. അപ്പം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെമ്പേഴ്സിന് ആശങ്കകൾ ഉണ്ടാവും, പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പം ഇത് തീർച്ചയായിട്ടും ഒരു ജനറൽ ബോഡിയിലാണ് ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നെങ്കിലും ഇതൊരു നമ്മൾ അഡോർ കമ്മിറ്റി പോലെ ഒരു കുറച്ച് പേർ നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നമ്മൾ, കാരണം ഒരു സംഘടനാ മര്യാദ എന്ന് പറയുന്ന അതാണ്, നമ്മളൊരു മെജോറിറ്റി തീരുമാനത്തിൽ നമ്മളും അതിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഒരു സംഘടനാ മര്യാദ. ഇപ്പം ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഇവിടെ ഒരു നിയമവ്യവസ്ഥയും നമ്മളുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാട്ടിലും അതിന്റെ കൃത്യമായ കോടതികളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കിപ്പം പുറത്തു വന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഇൻഡസ്ട്രിയാണ്, ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. കാരണം ഇതില് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരു അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഇതിന്റെ ഉപജീവനത്തിൽ ജീവിക്കുന്നത്. ഇപ്പൊ ഒരു 10 സിനിമ നടക്കുമ്പോൾ ഏകദേശം 600 പേരോളമാണ് ഒരു 10 സിനിമ വർക്ക് ചെയ്യുക. കുറഞ്ഞൊരു 5 സിനിമയായ ബാക്കി ഇതിന്റെ പകുതി ആൾക്കാർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതെ അവരുടെ കുടുംബങ്ങൾ, ഇതിന്റെ പുറകിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇതിലെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാർ തൊട്ട് അഭിനയിക്കുന്നവർ വരെ ഡയറക്ടർ വരെ ഈ തരത്തിൽ എല്ലാവരും ഈ മേഖലയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബങ്ങൾ അനാഥായി ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഇഷ്യൂ വരുമ്പോൾ, പിന്നെ ഇത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയും അതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഏതൊരു പൗരനും അല്ലെങ്കിൽ ഏതൊരു ആൾക്കും ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഒരു കമ്മിറ്റി മീറ്റിങ്ങുകളും കാര്യങ്ങളുമാണ്. വരുന്ന മെയിലുകളും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കമ്മിറ്റിയിൽ തീരുമാനിക്കാൻ പറ്റാത്തത് നമ്മൾ ജനറൽ ബോഡിയിൽ അതിന്റെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകും. കാരണം ജനറൽ ബോഡി എന്ന് പറയുന്നത് ഇത്രയും പേര് ഒരുമിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഇത് എല്ലാ മേഖലയിലുമുള്ള ഒരു പ്രശ്നമാണിത്. ഇതിപ്പം നമ്മുടെ സിനിമ മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും പല മേഖലകളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇതൊരു തുടക്കമാവട്ടെ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്നറിയോ, നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഇന്റേണലി പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടാവും. പലതരത്തിൽ നമ്മൾ പല കാര്യങ്ങൾ, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു സംഘടനയുടേതായിട്ടുള്ള കാര്യങ്ങൾ പലതും ചർച്ച ചെയ്യുന്നുണ്ടാവും. അതിപ്പം എല്ലാവരും ഈ പറയുന്ന ഇതിലിപ്പം ആരോപണങ്ങൾ വന്നില്ലെങ്കിലും ഒന്നടങ്കം എല്ലാരെയും ഈ പറയുന്ന പോലെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് സത്യസന്ധമായ കാര്യങ്ങൾ ഉണ്ടാവും, ഇത് വെറുതെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും കണ്ടെത്തണം. അത് എല്ലാവർക്കും, ഈ പറയുന്ന നമ്മളെ പോലുള്ള എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഒരു വിഷമമുണ്ട്. എന്റെ കൺസേൺ ഞാൻ കൃത്യമായി രേഖപ്പെടുത്തുകയും ആ കൺസേൺ മറുപടി കിട്ടുകയും ചെയ്തിട്ടാണ് നമ്മളിത് ഈ മെജോറിറ്റി തീരുമാനത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത്. ഇതാണ് വിനു മോഹന്റെ പ്രതികരണം. അമ്മയിൽ ഭിന്നതയായിരുന്നു, എല്ലാവരും ഒരുമിച്ച് രാജിവെച്ച് ഒഴിയണം എന്ന ഒരു നിലപാട് ഒറ്റക്കെട്ടായി എടുത്തതല്ല, ഭൂരിപക്ഷ അഭിപ്രായത്തിന് വഴങ്ങുകയായിരുന്നുവെന്നാണ് വിനു മോഹൻ പറഞ്ഞത്. അതേസമയത്ത് ഫെഫ്കയുടെ നിലപാട് ഏറെ നാളുകൾക്ക് ശേഷം വന്നിരിക്കുകയാണ്. ഇത്രയും നാളത്തെ മൗനത്തിന് ശേഷം ഫെഫ്ക പ്രതികരിച്ചിരിക്കുകയാണ്. അതൊരു പരസ്യ പ്രതികരണവും അല്ല, ഒരു വാർത്താക്കുറിപ്പാണ് മലയാള സിനിമയിലെ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്ക നൽകിയിരിക്കുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് ഫെഫ്ക പറയുന്നത്. ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തു വരണമെന്നാണ് ഫെഫ്ക വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണം എന്നുള്ള ആവശ്യം അതേസമയത്ത് തന്നെ ശക്തമാവുകയാണ്. സംവിധായകൻ വിനയൻ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിനുള്ള കാരണവും വിനയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. വിനയന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നെ ഇവിടെ ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടന തകർത്തതിന് ശേഷം എന്നെ 12 വർഷത്തോളം ഇവിടുത്തെ സിനിമ സംഘടനകളെല്ലാം കൂടി ചേർന്ന് വിലക്കി നിർത്തിയ കാര്യമൊക്കെ. അപ്പം അതില് ഞാനത് കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയിരുന്നു. അതിനകത്ത് അമ്മ എന്ന സംഘടനയ്ക്കും ഫെഫ്ക എന്ന സംഘടനയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കുമൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഫൈൻ അടിച്ചിരുന്നു. അവര് തെറ്റ് ചെയ്തു, അവര് തൊഴിൽ നിഷേധം നടത്തി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് ഫൈൻ അടിച്ചത്. അവിടെ ഏറ്റവും വലിയ ശിക്ഷയൊക്കെ ഫൈനൊക്കെയാണ്, അല്ലാതെ ജയിൽ ശിക്ഷയൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അവര് സുപ്രീം കോടതി ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി ആ ശിക്ഷ ശരിവെച്ചു. അങ്ങനെ 2020 സുപ്രീം കോടതി എന്നുള്ള വിധിയുണ്ടായി. അങ്ങനെ ഒരു കുറ്റവാളിയാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയ ഒരു വ്യക്തി നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നടത്തിയ ഫൈറ്റിലൊന്നും ഒരർത്ഥമില്ലാതാകുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ബഹുമാന്യായ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു നടപടി എടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണനെ, ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ
ഉണ്ണികൃഷ്ണനെതിരായിട്ട് ഒരു വിധി പുറപ്പെടുവിച്ചതാണ്. ഇതിൽ ഉണ്ണികൃഷ്ണനെതിരെ പിഴയും ചുമത്തിയിരുന്നു. മലയാള സിനിമയിൽ അനാവശ്യമായി വിലക്കുകൾക്ക് നേതൃത്വം നൽകിയ ആളാണ് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ബി ഉണ്ണികൃഷ്ണൻ. ഈ ഒരു പരാമർശം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിയിലുണ്ടായിരുന്നു. അങ്ങനെ ബി ഉണ്ണികൃഷ്ണനെതിരെ അന്ന് പിഴ ചുമത്തിയതാണ് 2017. ഇങ്ങനെ ഒരാളെ സിനിമാ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് സംവിധായകൻ വിനയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയോട്. ഇപ്പോഴും നടി മിനു മുനീറിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം ആലുവയിൽ. 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് മിനു മുനീർ പരാതി നൽകിയിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ് ആലുവയിൽ നിന്ന്. ഡാനി, വളരെ പ്രധാനപ്പെട്ടതാണല്ലോ മിനു മുനീറിന്റെ മൊഴി അന്വേഷണ സംഘത്തിന്. 4 പേർ എന്ന് പറയുമ്പോൾ ഇതിൽ ഉൾപ്പെടുന്നത് ജയസൂര്യയുണ്ട്, അതുപോലെ തന്നെ ഇടവേള ബാബുണ്ട്, മുകേഷുണ്ട്, മണിയൻ പിള്ള രാജുവുണ്ട്, പിന്നെ ഒരു പ്രൊഡ്യൂസറും 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും. ഇതിപ്പോൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണല്ലോ മിനു മുനീർ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ഈ അന്വേഷണ സംഘത്തിന്റെ മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുമ്പോൾ ഇത് വൈകിട്ട് വരെയെങ്കിലും നീളുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? പ്രധാനപ്പെട്ട ഓഫീസർമാർ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടല്ലോ. മഞ്ജുഷ, മൊഴിയെടുപ്പ് അത് ദീർഘിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഈ 7 പരാതികൾ നിലവിലുണ്ട്. 7 പേർക്കെതിരായുള്ള പരാതികൾ നിലവിലുണ്ട്. മാത്രവുമല്ല, മിനു മുനീർ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ ഇന്നും ആവർത്തിക്കുന്നത് തനിക്ക് ഈ പരാതികളിൽ താൻ ഉറച്ചു നിൽക്കുന്നു, ഒരു അണുവിട പോലും അതിൽ നിന്ന് പിറകോട്ടില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഒപ്പം അവർക്കെതിരെ ഇടവേള ബാബു ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇവർ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെയും നടൻ മുകേഷ് പറയുന്നത്, MLA-യുമായ മുകേഷ് പറയുന്നത് ഇവർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ 2 ആരോപണങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ടാണ് അവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. കാരണം ഇത് ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഇക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ അവർ അത് പുറത്തുവിടട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇവർ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മാത്രവുമല്ല, താൻ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ശക്തമായ ഒരു കാര്യങ്ങൾ പലതുമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ ഇവർക്കെതിരെ നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി അവർക്ക് ഇപ്പോൾ നടത്തുന്ന ഈ മൊഴിയെടുപ്പ് കാര്യങ്ങളടക്കം നടക്കുന്നുണ്ട്. അതിൽ അവർക്ക് കൈമാറാനുള്ള കാര്യങ്ങളും അവസരങ്ങളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ഇന്ന് 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ, വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞത് ഇന്ന് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കുന്നുവെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ അന്വേഷണത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു നീക്കമായിട്ട് തന്നെ നമുക്കിതിനെ കാണാൻ സാധിക്കും. കാരണം ഈ പരാതിക്കാരിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ശേഖരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു കൂടുതൽ നടപടികളിലേക്ക് അടക്കം പോകും. പ്രത്യേകിച്ച് ഈ അന്വേഷണ സംഘമാണ്, ഇവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് മുഴുവൻ പരാതികളും ക്രോഡീകരിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകുന്നത്. മലയാള സിനിമയെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തിലേക്ക് അടക്കം സങ്കീർണതകളിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ അന്വേഷണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നിർണായകം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ 2.5 മണിക്കൂറിലധികമായി ഇവിടെ ആലുവയിലെ മിനു മുനീറിന്റെ ഫ്ളാറ്റിൽ അവരുടെ മൊഴിയെടുപ്പ് തുടരുകയാണ്. ഡാനി, 2 ദിവസം മുമ്പാണ് മിനു മുനീർ 4 നടന്മാർ ഉൾപ്പെടെ 7 പേർക്കെതിരെ പരാതി ഉന്നയിച്ചത്. അത് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. പിന്നീട് അവർ പരാതിയായി ഇമെയിൽ മുഖാന്തരം ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകി. ഇന്ന് രാവിലെയാണ് ഇവരുടെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി 2 പ്രധാനപ്പെട്ട ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ആലുവയിൽ. അതേസമയത്ത് തന്നെയാണ് അമ്മയിൽ ഭിന്നത തുടരുന്നത്. ഇതിന്റെ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് തന്നെ. നവമി, അമ്മയിൽ ഇപ്പോൾ 4 പേർ ഒരു പരസ്യമായിട്ട് തന്നെ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടല്ലോ. അതിൽ വിനു മോഹൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു, പുറത്തു വന്ന കാര്യമാണ്, ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമല്ല അമ്മയിലെ ഈ കൂട്ടരാജി എന്ന്. ഏത് രീതിയിലുള്ള തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്? എന്തെങ്കിലും പരസ്യ പ്രതികരണത്തിന് ഇനി ഇപ്പോഴത്തെ ഈ അഡ്ഹോക് കമ്മിറ്റി തയ്യാറാകുമെന്ന് കരുതാനാകുമോ? മഞ്ജുഷ്, എന്തായാലും അമ്മ സംഘടനയിലെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ പ്രാവശ്യവും ഓരോ വിവാദങ്ങളായി ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം യുവതാരങ്ങൾ, അതായത് ഇന്നലെ രാജിവെച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള 4 പേർ, സരയു, അനന്യ, ടൊവിനോ, വിനു മോഹൻ, 4 പേരും ഇന്നലെ തന്നെ യോഗത്തിൽ തങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുന്നതിൽ വലിയ രീതിയിലുള്ളൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അവർ പറയുന്ന വിശദീകരണം, ആരോപണ വിധേയരായവരെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ പോരെ, ഈ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയാൽ പോരെ,
ആദ്യം സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. സിദ്ദിഖ് സ്വയമേ സ്ഥാനമൊഴിയുന്നു. പകരം താൽക്കാലികമായി ചുമതലപ്പെടുത്തിയ ബാബുരാജിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുന്നു. ബാബുരാജിനെ മാറ്റി നിർത്തിയാൽ പോരെ, അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്നടങ്കം പ്രസിഡന്റ് അടക്കം രാജിവെച്ച് പോകുന്നത് അതൊരു ഒളിച്ചോട്ടമല്ലേ? അതിലെന്ത് ധാർമ്മികതയാണുള്ളത്? ഇവർ ആരോപണ വിധേയർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും, എന്ത് നടപടി സ്വീകരിക്കും, അതിലല്ലേ ഇനി ചർച്ച ചെയ്യേണ്ടതെന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനം യുവതാരങ്ങൾ ഇന്നലെ തന്നെ യോഗത്തിൽ അവരുടെ അഭിപ്രായമായി രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് ഇതിൽ മുതിർന്ന താരങ്ങളടക്കം ഇവരെ അനുനയിപ്പിച്ചുകൊണ്ടാണ് ഇവരടക്കം രാജിവെക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ സരയു രാവിലെ മാധ്യമങ്ങളോടായി പറഞ്ഞത് താനായിട്ട് രാജിക്കത്ത് കൈമാറിയിട്ടില്ല, എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു, കൂട്ടരാജി എന്ന തരത്തിലേക്ക് അവർ വഴങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു താൻ ഉൾപ്പെടെയുള്ള ചില താരങ്ങൾ എടുത്തത് എന്നുള്ളൊരു പ്രതികരണം സരയൂരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇതിന് പിന്നിൽ എന്താണ്? ഇങ്ങനെ ഒരു കൂട്ടരാജി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ ഒന്നടങ്കം പിരിച്ചുവിട്ടതിന് പിന്നിൽ മാധ്യമങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിലുള്ള ചോദ്യങ്ങൾ അതിൽ നിന്നും ഒളിച്ചോടുകയാണോ? അതിന് മറുപടി പറയാതിരിക്കാനുള്ള മോഹൻലാലിനെ പോലുള്ള മുതിർന്ന താരങ്ങളുടെ ഒരു തീരുമാനമാണോ ഇത്തരത്തിലൊരു എക്സിക്യൂട്ടീവ് തന്നെ പിരിച്ചുവിട്ട് ഒരു കൂട്ടരാജിയിലേക്ക് കലാശിച്ചതെന്നും ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ആരാണ് തലപ്പത്ത് വരിക എന്നുള്ളത്. ഇനി എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കണം. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനമായും രണ്ടുപേരുടെ പേരുകളാണ് ഉയരുന്നത്. ഒന്ന് പൃഥ്വിരാജും മറ്റൊന്ന് ജഗദീഷും. ഇവർ രണ്ടുപേരും തന്നെ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് അവരാരെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ വരട്ടെ. മറ്റൊന്ന്, കുറച്ചുകൂടി സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ആവശ്യം കൂടി ഇവർ ശക്തമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം ഇനി ഒരു പ്രശ്നമുണ്ടായാൽ സ്ത്രീകളെ കുറച്ചുകൂടി, അല്ലെങ്കിൽ അമ്മ സംഘടനയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെയും ഒന്നിച്ചു നിർത്തി WCCയുമായിട്ട് ഒരു അനുനയ നീക്കത്തിന്, അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി സ്ത്രീകൾ തന്നെ നേതൃനിരയിൽ വരട്ടെ. ഇങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങളാണ് അംഗങ്ങളടക്കം മുന്നോട്ട് വെക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അമ്മ എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ ഭരണസമിതി മുഴുവനായിട്ടും പിരിച്ചുവിടുവാനുള്ള തീരുമാനം അത് ഒറ്റക്കെട്ടായി എടുത്തതല്ല. അവിടെ വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. ഒരു ഒളിച്ചോട്ടമാണ് അമ്മ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആരോപണ വിധേയനായ ബാബുരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഭരണസമിതി തുടരുവാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതിനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ഭരണസമിതിയിലെ മറ്റ് പല അംഗങ്ങളും ആവശ്യപ്പെട്ടതാണ്. ഇക്കാര്യം വിനു മോഹനും സരയുമൊക്കെ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എല്ലാവരും രാജിവെക്കണം, 17 പേരും രാജിവെക്കണം എന്നായിരുന്നു. അങ്ങനെയാണ് അമ്മയിൽ കൂട്ടരാജി ഇന്നലെ കണ്ടത്. അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അവരായിരിക്കും ഇനി തീരുമാനമെടുക്കേണ്ടത്. അതേ സമയത്ത് തന്നെ ആരോപണ വിധേയരായവർക്കെതിരെ ഒരു നടപടിയും ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ അമ്മയിൽ കാര്യങ്ങൾ പോകുന്നത്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമമാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളുണ്ട്. ഇതിന് ഒരു മറുപടിയും അമ്മയുടെ ഇപ്പോൾ രാജിവെച്ചിട്ടുള്ള ഭാരവാഹികളിൽ നിന്ന് കിട്ടുന്നും ഇല്ല. അമ്മയിലെ വിവരങ്ങളാണ് നവമി ദിനേശ് നൽകിയത്. അതേസമയം തിരുവനന്തപുരത്തും മൊഴിയെടുപ്പ് തുടരുന്നുണ്ട്. നേരത്തെ സോണിയ മൽഹാറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അവർ ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. യുവനടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് എടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസുകളിൽ ഏറ്റവും ഗുരുതരമായിരിക്കുന്നത് സിദ്ദിഖിനെതിരെയുള്ള കേസാണ്. അതിൽ പീഡന പരാതിയും ഉൾപ്പെടുകയാണ്, ബലാത്സംഗം ഉൾപ്പെടുകയാണ്, മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവനടിയുടെ പരാതി. ഇക്കാര്യം അവർ മൊഴിയായിട്ടും നൽകുകയാണ്. സിദ്ദിഖിനെതിരെ അങ്ങനെ ഗുരുതരമായ ബലാത്സംഗ കുറ്റം കൂടി പോലീസ് ചുമത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത്. വി വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോഴും മൊഴിയെടുക്കൽ തുടരുകയാണല്ലോ. ഈ സോണിയ മൽഹാർ എന്തൊക്കെ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി? സിദ്ദിഖിനെതിരെ മൊഴി, ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മൊഴിയിലും ആവർത്തിക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ ഒരു കുറ്റവും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോലും കാര്യങ്ങൾ നീണ്ടേക്കാമല്ലോ. മഞ്ജുഷ്, ഇപ്പോഴും മൊഴിയെടുക്കൽ തുടരുകയാണ്. സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. വഞ്ചിയൂരിൽ സഖി വുമൺ റിസോഴ്സ് സെൻറ്റർ എന്ന കേന്ദ്രമുണ്ട്. ഇവിടെയാണ് മൊഴിയെടുക്കൽ തുടരുന്നത്. മ്യൂസിയം സ്റ്റേഷനിലെ വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ യുവനടി ഇമെയിലായി പോലീസിന് പരാതി നൽകിയിരുന്നു. 2016 പീഡനം നടന്നതായി യുവനടി പറയുന്നത്.
തുടർന്ന് 2018 തന്നെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു, അതിനുശേഷവും വെളിപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും വീണ്ടും ഇതേ യുവനടി പഴയ ആരോപണം ഉന്നയിക്കുകയായിരുന്നു. അതേസമയം സിദ്ദിഖും പരാതി നൽകിയിട്ടുണ്ട്. തനിക്കെതിരെയുള്ളത് ഗൂഢാലോചനയാണ്, ഈ പറയുന്ന വെളിപ്പെടുത്തലുകളിൽ വൈരുദ്ധ്യമുണ്ട്, ഒരു പ്രാവശ്യം മാത്രമാണ് നടിയെ കണ്ടിട്ടുള്ളത്, അതുതന്നെ മാതാപിതാക്കൾക്കൊപ്പമാണ്, ഈ കാര്യമൊക്കെയാണ് സിദ്ദിഖ് പറയുന്നത്. പക്ഷേ അതിക്രൂരമായ ബലാത്സംഗമാണ് നടന്നതെന്ന് ഈ പെൺകുട്ടി തന്നെ നേരത്തെ വെളിപ്പെടുത്തി. മുറി കൂട്ടിയിട്ട് തന്നെ മർദ്ദിക്കുകയും തൊഴിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്തു. അവിടെ വെച്ച് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചു, ബലാത്സംഗ ചെയ്തു. ഈ കാര്യമൊക്കെയാണ് ഈ നടി മൊഴിയായി നൽകിയിരുന്നത്. ഇക്കാര്യം തന്നെ പോലീസിനോട് ഇപ്പോൾ ഈ മൊഴിയെടുപ്പിലും ആവർത്തിക്കും എന്ന കാര്യം വ്യക്തമാണ്. അതേസമയം സോണിയ മൽഹാർ, ആ സോണിയ മൽഹാറിൽ നിന്നും പോലീസ് പരാതി സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇമെയിലായി പരാതി അയച്ചത്. അതിൽ നമുക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞതും ആ പരാതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നത് ജയസൂര്യയുടെ പേരാണ്. ജയസൂര്യ യുവനടനാണ്, ജയസൂര്യയുടെ പേരാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ്. അന്തരിച്ചൊരു കോമഡി നടനുണ്ട്. പക്ഷേ ആ പേരുകളൊക്കെ ഇപ്പോൾ ഉള്ള പരാതിയിൽ, അല്ലാതെ മെയിലായി അയച്ചതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഏതായിരുന്നാലും ഈ പ്രധാനപ്പെട്ട നടന്മാർക്കെതിരെയുള്ള പരാതികൾ, അത് 2 പരാതികൾ തിരുവനന്തപുരത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരാതികൾ ഈ 2 പേരുടെ പരാതികളാണ്. ആ നിലയ്ക്കുള്ള അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതികളെല്ലാം കൈമാറുന്നുണ്ട്. 18 പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ പോലും സർക്കാർ ഇത്രയും പരാതികൾ എത്തുമെന്ന ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ആദ്യഘട്ടത്തിൽ സർക്കാർ എടുത്തിരുന്ന നിലപാട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ഏറ്റവും ഒടുവിൽ പല കോണുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുകയുമായിരുന്നു. എന്നാൽ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്താത്ത ആളുകൾ പോലും പരാതിയുമായി രംഗത്തെത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘത്തിന് മുന്നിൽ, അത് സംസ്ഥാന വ്യാപകമായി പല പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരാതി ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്കാണ് വരുന്നത്. ADGP ക്രൈംസാണ് ഇതിൻ്റെ മേൽനോട്ട ചുമതല. അതുകൊണ്ട് തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളും തെളിവുകളും ലഭിക്കുന്ന കേസുകൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. പോക്സോ കേസുകളുടെ സാധ്യത, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നും കണ്ടറിയണം. അതേസമയം DGP കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ സംഘവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് ഈ അന്വേഷണ സംഘം കടക്കേണ്ടതില്ല, ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ഒരു വിധി വന്ന ശേഷം അക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ വഴിക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങാം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് വന്ന പരാതികളിലാണ് അന്വേഷണം തുടരുന്നത്. ശരി വിനോദ്, അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് നടിമാർ നടത്തിയ തുറന്നു പറച്ചിലുകൾ, അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 16 പരാതികൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞു. 4 ഓഫീസർമാർക്കായി ഇത് വീതിച്ച് നൽകിയിരിക്കുകയാണ്. അതുപ്രകാരമാണ് ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒരേ സമയം മൊഴിയെടുക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേരിൽ നിന്നാണ് മൊഴിയെടുക്കുന്നത്. സോണിയ മൽഹാറുടെ മൊഴിയെടുപ്പ് ഇന്ന് രാവിലെ നടന്നു. അതിന് പുറമെയാണ് യുവനടി സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. കൊച്ചിയിൽ മിനു മുനീറിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്ത് വിവരമാണ് നൽകാൻ കഴിയുന്നത്? സിദ്ദിഖ് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ മുൻകൂർ ജാമ്യത്തിന്? ഉണ്ട് മഞ്ജുഷ്. കാരണം കോടതിയിൽ നിയമോപദേശം തേടിയിട്ടുണ്ട് സിദ്ദിഖ്. അത് നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകനും മുതിർന്ന ഹൈക്കോടതി അഭിഭാഷകനും കൂടിയായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയാണ് നിയമോപദേശത്തിന് സിദ്ദിഖ് സമീപിച്ചിട്ടുള്ളത്. സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്ത് 376-ാം വകുപ്പ് ചുമത്തിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബലാത്സംഗത്തിനെതിരെയുള്ള കുറ്റമാണ് ഇത്, ജാമ്യമില്ലാ വകുപ്പാണ്. അതിനുശേഷം മാത്രമേ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വാർത്തയാണ്, അല്ലെങ്കിൽ എന്നുള്ള ഒരു വിവരമാണ് നിയമോപദേശകരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് അഡ്വക്കേറ്റ് രാമൻപിള്ളയുമായി നിയമോപദേശത്തിനുള്ള ചർച്ച നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രം മറ്റൊരു നടൻ ബാബുരാജാണ്. ബാബുരാജും ഇതുപോലെ നിയമോപദേശം തേടിയിട്ടുണ്ട്. ബാബുരാജിനെതിരെയുള്ള മൊഴിയെടുത്ത് അല്ലെങ്കിൽ അതിന്റെ കേസുമായുള്ള നീക്കങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ബാബുരാജിനെതിരെ ബലാത്സംഗ കുറ്റം തന്നെയാണ് ചുമത്താനുള്ള സാധ്യതയുള്ളതെങ്കിൽ പോലും അതിൽ വ്യക്തത വരാത്തതിനാൽ അക്കാര്യത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെങ്കിൽ പോലും 376-ാം വകുപ്പാണോ ചുമത്തിയിട്ടുള്ളത് എന്ന കാര്യം ഇതുവരെയും വ്യക്തമായിട്ടില്ല. പിന്നീട് മുകേഷിനെതിരെയും അതുപോലെ അലൻസിയർ
ശിവശങ്കറിനെതിരെയുമുള്ള പരാതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരൊക്കെയും നിയമോപദേശം തേടിയിട്ടുണ്ട്. ഇടവേള ബാബു, മുകേഷ്, അലൻസിയർ, സിദ്ദിഖ്, ബാബുരാജ് തുടങ്ങിയ ആളുകളാണ് മുതിർന്ന അഭിഭാഷകരുമായി, ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുമായി നിയമോപദേശം തേടിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യം തേടി തന്നെയാണ് നിയമോപദേശം തേടിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ഡെവലപ്മെന്റുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 16 പരാതികളാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ 18 പരാതികൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് 4 ഓഫീസർമാർക്കുമായി ഇപ്പോൾ വീതിച്ച് നൽകിയിരിക്കുകയാണ്. ഇതിന്മേലുള്ള മൊഴിയെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വെളിപ്പെടുത്തലുകൾ നടത്തിയ നടിമാരുടെ പരാതികൾ അന്വേഷണ സംഘത്തിന് ഒന്നിന് പിന്നാലെ മറ്റൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ തുടർ നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായ കേസെടുത്തിരിക്കുന്നത് നടൻ സിദ്ദിഖിനെതിരെയാണ്. സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗുരുതരമാണ്. സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കുന്നുള്ള ശ്രമമാണ് ഇപ്പോൾ സിദ്ദിഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നിയമോപദേശം തേടി അഭിഭാഷകരുമായിട്ട് ആശയവിനിമയം നടത്തിയിരിക്കുകയാണ് സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴിയാണ് തിരുവനന്തപുരത്ത് അന്വേഷണ സംഘം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പല പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരോപണ വിധേയരായ ആളുകൾക്കൊപ്പം കോൺക്ലേവ് നടത്തുന്നത് ഇരകളെ അപമാനിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സർക്കാരിന്റെ കോൺക്ലേവിനുള്ള ഒരുക്കങ്ങളെ തള്ളിപ്പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. കോൺക്ലേവുമായി സഹകരിക്കില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് തന്നെയാണ് സിനിമാ നയരൂപീകരണ സമിതിയുടെ രൂപീകരണം, ഇതിലുള്ള ആളുകളെ മാറ്റണം എന്നുള്ള കാര്യവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് നിന്നും ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണ വിധേയരായവർക്ക് സിനിമാ നയരൂപീകരണ സമിതിയിൽ ഇടം കൊടുക്കരുത് എന്നുള്ള ആവശ്യമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വില കൊടുത്തും UDF കോൺക്ലേവ് തടയുമെന്നും യഥാർത്ഥ കുറ്റവാളികളെ സർക്കാർ മറച്ചുവെക്കുന്നതുകൊണ്ട് നിരപരാധികൾ അപമാനിക്കപ്പെടുന്നുണ്ടെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 5 ചോദ്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയോട്. സതീശന്റെ വാക്കുകളിലേക്ക്. സർക്കാരാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതികൂട്ടി നിൽക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത്. എന്തിനാണ് ഈ ഇരകളെയും ഈ ആരോപണ വിധേയരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്നത്? അത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMന്റെ MLA രക്ഷിക്കുക. എന്താ കഥ? BJPയുടെ കേന്ദ്രമന്ത്രി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPMന്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. തടയും എന്ന് പറഞ്ഞാൽ തടയും. പിന്നെ UDF ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. സ്പെസിഫിക് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല? കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായി നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ. അതിന്റെ നഗ്നമായ ലംഘനം എന്തുകൊണ്ട് നടത്തുന്നു? വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത്? എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ വിരുദ്ധ സർക്കാരായി മാറുന്നത്? സ്ത്രീ വിരുദ്ധ സർക്കാരാണ്. സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ ഈ നിലപാട് സ്വീകരിക്കും? ഈ 5 ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരവും തീരുമാനവും ഉണ്ടായാൽ ഈ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും. മുകേഷ് രാജിവെക്കുന്ന കാര്യത്തിൽ വ്യക്തിപരമായ തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. രാജിവെക്കണം എന്നുള്ള ഒരു നിയമം ഇല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കവും ഇല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ ഒരു പ്രമാണിയെയും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. അല്ല, MLA സ്ഥാനം ഒഴിയണമെന്നൊക്കെ തികച്ചും വ്യക്തിപരമാണ്. നിയമപരമായി അങ്ങനെ ഒരു പ്രശ്നമില്ല. അല്ല, അതാണ് വ്യക്തിപരമാണ്. അല്ല, അത് ധാർമ്മികത വ്യക്തിപരം എന്നുള്ളത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അദ്ദേഹം വ്യക്തിപരമായി എന്താ ചെയ്യേണ്ടത് എന്ന് അതിൽ തീരുമാനിക്കാനുള്ള ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ പൊതുവെ അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല എന്ന നിലപാടിനോടൊപ്പമാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വേട്ടക്കാർ രക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ആ ജാഗ്രതയാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രമാണിയെ രക്ഷിക്കാനുള്ള ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കുകയില്ല. ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ നിലപാടുകളുമായി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. സിനിമാ ലോകത്തെ അടച്ചാക്ഷേപിച്ച് ആയിരക്കണക്കിന് കലാകാരന്മാരും കലാകാരികളും മറ്റ്
ടെക്നീഷ്യന്മാരും പ്രവർത്തിക്കുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസായ മേഖലയാണ് സിനിമ. ആ സിനിമയാകെ തകർക്കുന്ന വിധത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ പാടില്ല. ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും ജനങ്ങളുടെയും അഭിലാഷമാണ്. ഈ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. സർക്കാർ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് കണ്ണിൽ പൊടിയിടാനാണെന്നാണ് കെ സുരേന്ദ്രന്റെ വാദം. ഹേമ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാൻ സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇപ്പോൾ കാണുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാതിരിക്കാനുള്ള ഗൂഢാലോചനയിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജവം സർക്കാരിനില്ല, ആത്മാർത്ഥത സർക്കാരിനില്ല. അത് സാംസ്കാരിക മന്ത്രിയുടെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒരു അന്വേഷണ കമ്മിറ്റി എന്നൊക്കെ വെച്ചിട്ട് SIT ഒക്കെ വെച്ചിരിക്കുക. പക്ഷെ അത് പതിവ് പോലെ ഒരു കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമായിട്ട് മാത്രം മാറുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം നടപടിയെടുക്കേണ്ടത് കൊല്ലം MLA മുകേഷിനെതിരെയാണ്. കൊല്ലം MLA മുകേഷിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വലിയ ആരോപണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഷാജി N കരുൺ പറഞ്ഞത്. സർക്കാരിന്റെ നിർദ്ദേശത്തിനായി ഇക്കാര്യത്തിൽ കാത്തു നിൽക്കുകയാണെന്നും ഷാജി N കരുൺ പറഞ്ഞു. അത് മുകേഷ് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. വാസ്തവത്തിൽ പഴയ MLA അല്ലേ, അതെ. MLA എന്ന് പറയുന്നത് നമുക്ക് MLAയുടെ മോറൽ ഒബ്ലിഗേഷൻസ് പലതുമുണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കുന്നത്. അമ്മ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സമിതി അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ജോലി അവർ പൂർണ്ണമായിട്ടും അത് ഭംഗിയായിട്ട് കലാശിച്ചില്ല എന്നുള്ളൊരു തോന്നലില്ല. ഒരു മൊത്തത്തിലൊരു കമ്മിറ്റി ആ സംഘടന രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മൊത്തം രാജിവെക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സന്ദർഭം കേരളം തന്നെ ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയാണ് അല്ലേ. അപ്പം പണ്ട് മുതലേ സ്വത്തൊക്കെ അവരുടെ വകയാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ തീർച്ചയാണ്, സംശയമില്ല, അവരും മൊത്തത്തിൽ മാറി നിന്നൊരു പുതിയ കമ്മിറ്റി വരട്ടെ എന്ന് മോഹൻലാൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ നല്ല മനസ്സ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. മുകേഷ് MLA സ്ഥാനം ഒഴിയുന്നതാണ് ധാർമ്മികതയെന്ന് നടൻ PP കുഞ്ഞികൃഷ്ണൻ. നിരവധി ആരോപണങ്ങൾ ഉയർന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പദവിയിൽ തുടരാൻ പാടില്ലെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും PP കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അമ്മ ഭരണസമിതി ഒന്നടങ്കം രാജിവെച്ച നടപടി ശരിയല്ലെന്നും എല്ലാ സത്യങ്ങളും വൈകാതെ പുറത്തുവരുമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ച വിവരം അറിയാൻ കഴിഞ്ഞു. അതൊരു ശരിയായ തീരുമാനമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രാജിവെക്കേണ്ട കാര്യമില്ല. മുകേഷ് അതിൽ തുടരുന്നത് വ്യക്തിപരമായ ശരിയാണോ? ശരിയല്ല. തീർച്ചയായിട്ടും അത് സിദ്ദിഖായാലും രഞ്ജിത്ത് സാറായാലും കാണിച്ചൊരു മാതൃകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് സമൂഹത്തിന് മുമ്പിൽ കാണിക്കുന്ന ഒരു മാതൃകയല്ലേ. അത് നല്ലതാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. പക്ഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. നല്ല മാതൃക അതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മുകേഷിന്റെ കാര്യത്തിൽ പാർട്ടി ഒരു നിലപാട് പറഞ്ഞതിനു ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല എന്ന് കെ സുരേന്ദ്രന്റെ വിശദീകരണം. അതേസമയം മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി മർദ്ദിച്ച സംഭവത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തകർ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാല് നമ്മളൊരു പ്രതികരണം ചോദിച്ചാൽ ആ പ്രതികരണത്തിന് അദ്ദേഹത്തിന് രാവിലെ നിങ്ങൾ കണ്ടു, പിന്നെ വീണ്ടും നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് വിഷയം ഇതായതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. കരിയർ വളർച്ച വാഗ്ദാനം ചെയ്തുള്ള പീഡനങ്ങളും ചൂഷണങ്ങളും എല്ലായിടത്തും ഉണ്ടെന്ന് നടിയും BJP നേതാവുമായ ഖുഷ്ബു
എല്ലാം തുറന്നു പറയണം. എത്ര നേരത്തെ പറയുന്നു അത്രയും നല്ലതാണെന്നും ഖുഷ്ബു. അതിജീവിതരോടുള്ള സഹാനുഭൂതിയും വിശ്വാസവും അമ്പരപ്പിച്ചെന്നും ഖുഷ്ബു പറഞ്ഞു. പോരാടുന്ന സ്ത്രീകൾക്ക് എക്സ് പോസ്റ്റിലൂടെ ഖുഷ്ബു അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. മറ്റു വാർത്തകളിലേക്ക്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണും. കൂടിക്കാഴ്ചയ്ക്കായി കുടുംബം ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട്. MK രാഘവൻ MP, AKM അഷറഫ് MLA എന്നിവരും കുടുംബാംഗങ്ങൾക്കൊപ്പം DK ശിവകുമാറിനെ കാണും. അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണുന്നത്. ഏതായാലും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, ഒപ്പം AKM അഷറഫ് MLA, MK രാഘവൻ MP എന്നിവരാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. എന്നാലും വളരെ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണിത്. 1.5 മാസം ഏകദേശം ആകുന്നു ഈ അർജുനെ അതോടൊപ്പം ലോറിയും കാണാതായിട്ട്. ഏതായാലും ഗംഗാവലി പുഴയിൽ ഈ തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട്. ഈ ഡ്രഡ്ജർ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന ഒരു ആവശ്യമായിരിക്കും കുടുംബം ഉന്നയിക്കുക. ഇതിനായി 1 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ആ പണം കർണാടക സർക്കാർ വഹിക്കാമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ കുടുംബം വലിയ പ്രതീക്ഷയിലാണ് ഈ കൂടിക്കാഴ്ച നടത്തുന്നത്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇപ്പോൾ ഈ അപ്പോയിൻമെൻറ്റിന് മുൻകൈ എടുത്തിരിക്കുന്നതും ശ്രീ കോഴിക്കോട് MP രാഘവൻ സാറാണ്. അദ്ദേഹം മുഖേന ഈ അപ്പോയിൻമെൻറ്റ് 3 ദിവസം മുന്നേ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡ്രഡ്ജർ എത്തിയതിന് ശേഷം ഒരു തെരച്ചിൽ പുനരാരംഭിക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും അപേക്ഷിക്കും. അതിന് പ്രകാരം പെട്ടെന്ന് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നേവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തിയിരുന്നു. പ്രധാനമായും റഡാർ സിഗ്നലിൽ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ സ്ഥലം ഏതെങ്കിലും തരത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, ഈ ലോറിയുടെ സ്ഥാനമാറ്റം എന്തെങ്കിലും സംഭവിച്ചിട്ടോ എന്നായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത്. ഇതിൽ സോണാർ പരിശോധന നടത്തി ആ ലോറി കൃത്യമായി നേരത്തെ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും പുഴയുടെ അടിയൊഴുക്ക് 4 നോട്ട്സ് ആണ് നിലവിൽ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിന് അടിയൊഴുക്ക് ഒരു പ്രശ്നമല്ല. കാരണം ഇത് കടലിൽ ഉപയോഗിക്കുന്ന അത്തരത്തിൽ വലിയ തോതിൽ അടിയൊഴുക്കൊക്കെ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു യന്ത്രം തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സം ഇതിനുണ്ടാകില്ല. എന്തായാലും കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് കർണാടക സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. വളരെ പെട്ടെന്ന് ഈ തെരച്ചിൽ തുടരണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും ശനിയാഴ്ചയോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ജില്ലാ ഭരണകൂടം അനുകൂലമായ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടവിട്ട് ഈ പ്രദേശങ്ങളിൽ ശിരൂരിൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായാലും അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ തെരച്ചിലിനെ ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ഈ തെരച്ചിലിനെ ബാധിക്കില്ല. പ്രധാനമായും ലോറിക്ക് മുകളിൽ കൂറ്റൻ മരമുണ്ട്, അതിനൊപ്പം തന്നെ വലിയ പാറക്കൂട്ടങ്ങളും മണ്ണുമുണ്ട്. അത് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും ആദ്യം നടക്കുക. അത് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഏകദേശം 45 മീറ്റർ താഴ്ചയിലുള്ള ഇത്തരത്തിൽ മണ്ണ് നീക്കാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. ടഗ് ബോട്ടിൽ വെച്ചാണ് ഈ ഡ്രഡ്ജർ പ്രവർത്തിപ്പിക്കുക. എന്തായാലും ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക തടസ്സമില്ല എന്നും നേരത്തെ തന്നെ നേവി വ്യക്തമാക്കിയിരുന്നു. നേവിയുടെ തിരച്ചിൽ പരിശോധനയിൽ അത് വ്യക്തമായിരുന്നു. എന്തായാലും തിരച്ചിൽ ഉടൻ ആരംഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. KV ബൈജുവാണ് റിപ്പോർട്ട് നൽകിയത്. വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുകയാണ്. ശനിയാഴ്ച വരെ സംഘം ജില്ലയിലുണ്ടാകും. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഭാഗികമായാണ് ഇപ്പോൾ തുടരുന്നത്. S വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേന്ദ്ര സംഘം ഈ മാസം 31 വരെ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. ഒപ്പം തന്നെ ഈ ആളുകളുടെ ജീവിത നിലവാരം, അവരുടെ ജീവിതോപാധി നഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ, പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്താൻ തന്നെയാണ് തീരുമാനം. ഒരാഴ്ച ഇവിടെ അതായത് വയനാട്ടിലുണ്ടാവും. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കേന്ദ്ര സംഘം വന്നത്. 17 വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സംഘമാണ് ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയത്. എന്തായാലും സംഘം കഴിഞ്ഞ 2 ദിവസം ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ, അതായത് പുഞ്ചിരിമട്ടം, അതുപോലെ തന്നെ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം അടച്ചിരിക്കുന്നു. ആളുകളെ യഥാസമയം തന്നെ വാടക വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ ജീവിത നിലവാരം, ഇവരുടെ ജീവിതോപാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. ഒപ്പം തന്നെ പുനരധിവാസത്തിന് ആവശ്യമായ
കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഇതിന്റെ പരിഗണനയിൽ വരും. അതായത് ഇവർക്ക് പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് എത്ര രൂപ വേണ്ടി വരും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൃത്യമായും പരിശോധിക്കുന്നത്. അതിനുശേഷം 31 സംഘം ഇവിടെ നിന്ന് ഡൽഹിക്ക് തിരിക്കും. ഡൽഹിക്ക് തിരിച്ച ശേഷമായിരിക്കും കേന്ദ്ര സർക്കാരിന് സമഗ്രമായ റിപ്പോർട്ട് നൽകുക. എന്തായാലും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കും 2000 കോടി രൂപയുടെ പാക്കേജ് നടപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. എന്തായാലും ഈ കേന്ദ്ര സംഘവും അത്തരത്തിലുള്ള റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കേരളം ആവശ്യപ്പെടുന്ന ഒരു തുകയുടെ ഏറെക്കുറെ ആ ഒരു തുകയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ ഭാഗികമായുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത്. ആളുകൾ ആവശ്യപ്പെടുന്നത് പ്രകാരമുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ്. ഉരുൾപൊട്ടി ഇറങ്ങിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പോലും നിലമ്പൂർ വനാന്തരങ്ങളോട് ചേർന്നും ചാലിയാറിനോട് ചേർന്നുമുള്ള പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ഭാഗികമായാണെങ്കിൽ പോലും തെരച്ചിൽ നടക്കുന്നത്. എസ് ബിനേഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കടകൾ നഷ്ടപ്പെട്ടവർക്ക് സമഗ്രമായ പുനരധിവാസ പദ്ധതിയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനം. ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ പൂർണ്ണമായോ ഭാഗികമായോ തകർന്നത് 90 കടകളാണ്. 25 കോടിയുടെ നഷ്ടമാണുണ്ടായത്. എന്നാൽ അവശ്യ സാധനങ്ങൾ ഉൾപ്പെടുന്ന കടകൾ ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നവർക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കടകൾ നിർമ്മിച്ചു നൽകാനാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. കൂടാതെ വ്യാപാരികൾക്ക് 10 ലക്ഷം രൂപയുടെ ധനസഹായവും ആശ്രിതർക്ക് 5 ലക്ഷവും തൊഴിലാളികളുടെ ആശ്രിതർക്ക് 2 ലക്ഷവും ധനസഹായം നൽകും. ഞങ്ങളെ വ്യാപാരികളെ സഹായിക്കുന്ന പദ്ധതികളാണ് ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മരണപ്പെട്ട എല്ലാ വ്യാപാരികൾക്കും 5 ലക്ഷം രൂപ വീതം നൽകാൻ ഇപ്പോൾ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. കൂടാതെ തൊഴിലാളികളായിട്ടുള്ള മരണപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനിച്ചു. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് അവരുടെ നഷ്ടം കണക്കാക്കി 10 ലക്ഷം രൂപ വരെ നൽകാൻ തീരുമാനിച്ചു. ഓരോ വ്യാപാരികൾ നഷ്ടം കണക്കാക്കി 10 ലക്ഷം രൂപ വരെ കൊടുക്കാൻ തീരുമാനിച്ചു. സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ വീട് നിർമ്മിച്ചു നൽകാൻ 3 ഏക്കർ സ്ഥലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൈമാറും. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലെ അവശ്യ സാധനങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് സമഗ്രമായ പുനരധിവാസ പദ്ധതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 വയനാട്. ബംഗാളിൽ BJP ആഹ്വാനം ചെയ്ത ബന്ദിനിടെ പരക്കെ അക്രമം നടന്നു. BJP നേതാവിന്റെ കാറിന് നേരെ വെടിവെപ്പുണ്ടായി. പലയിടത്തും തൃണമൂൽ BJP പ്രവർത്തകർ ഏറ്റുമുട്ടുകയായിരുന്നു. ബന്ദ് ഭാഗികമാണ്. ബലാത്സംഗ കേസിൽ കുറ്റക്കാർക്ക് അതിവേഗം ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ER രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, അക്രമം ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് ഈ വെടിവെപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? മഞ്ജുഷ, BJP ആഹ്വാനം ചെയ്ത ബന്ദ് പശ്ചിമ ബംഗാളിൽ ഏതായാലും തുടരുകയാണ്. ഭാഗികമെന്ന് പറയുമ്പോൾ പോലും ജനജീവിതത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. കാരണം ബസ്സുകളും ഓട്ടോകളും ടാക്സികളും ഒക്കെ തന്നെ നിരത്തിൽ പൊതുവെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കൊൽക്കത്ത അടക്കമുള്ള നഗരമേഖലകളിൽ പൊതുവെ റോഡുകളിലൊക്കെ തന്നെ തിരക്ക് കുറഞ്ഞ ദിനമായിരുന്നു ഇന്ന്. പലയിടത്തും തൃണമൂൽ പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ബാരക്പൂരിലാണ് BJP നേതാവിന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അത് ആദ്യം ഈ വാഹനത്തിന് നേരെ ബോംബ് എറിഞ്ഞു. അതിനുശേഷം 7 റൗണ്ട് വെടിവെച്ചു എന്നാണ് BJP നേതായ പ്രിയാങ്കു പാണ്ഡെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിലൊക്കെ തന്നെ ഹാജർ നില കുറവായിരുന്നു. അവർക്ക് വർക്കറ്റവും നിർദ്ദേശമാണ് സർക്കാർ നൽകിയത്. കാരണം സർക്കാർ ഇന്നലെ തന്നെ ഈ സമരത്തിനെതിരായ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. അതായത് സാധാരണ പ്രവൃത്തി ദിനം പോലെയായിരിക്കും എല്ലാ സാഹചര്യവും. ആളുകൾക്ക് പുറത്തിറങ്ങാനും വാഹനം നിരത്തിലിറക്കാനും ഓഫീസുകളിൽ പോകാനും എല്ലാ സാഹചര്യവും ഒരുക്കുമെന്നും സർക്കാർ പറഞ്ഞിരുന്നെങ്കിൽ പോലും പലയിടത്തും സമരക്കാർ തെരുവിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും പ്രതിഷേധം തുടരുകയാണ്. ഈ ഡോക്ടറുടെ കൂട്ടബലാത്സംഗ കൊലപാതകത്തിൽ അത് സർക്കാരിനെ വലിയ രീതിയിൽ വെട്ടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബലാത്സംഗ കേസുകളിൽ കുറ്റക്കാർക്കെതിരെ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമം സംസ്ഥാന സർക്കാർ കൊണ്ടുവരും. 7 ദിവസത്തിനകം തന്നെ ഈ നിയമം കൊണ്ടുവരുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഉടൻ തന്നെ ഇത്
ഗവർണർക്ക് അയച്ചു നൽകും ബില്ല് എന്ന് പ്രഖ്യാപനം കൂടി ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുകയാണ്. ശരി, ആർ രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ ബന്ദിനിടെ പരക്കെ ആക്രമണമാണ് നടന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. BJP നേതാവിന്റെ കാറിന് നേരെ വെടിവെപ്പ് പോലും ഉണ്ടായി. BJPയാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. തൃണമൂൽ BJP പ്രവർത്തകർ തമ്മിൽ പലയിടത്തും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബംഗാളിൽ പരക്കെ അക്രമമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടായിരത്തി 2014 ശേഷം രാജ്യസഭയിൽ ആദ്യമായി NDAക്ക് ഭൂരിപക്ഷം. 12 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ വിജയിച്ചതോടെ NDA അംഗബലം 119 ഉയർന്നു. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നും രമണി സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. BJPക്ക് മാത്രം രാജ്യസഭയിൽ 96 അംഗങ്ങളുണ്ട്. നിലവിൽ 237 രാജ്യസഭയുടെ അംഗബലം. തിരുവനന്തപുരം പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊലക്കേസ് പ്രതിയായ മണികണ്ഠനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിലങ്ങുകൊണ്ട് കഴുത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എന്താണ് ഈ വാർത്തയുടെ മറ്റു വിശദാംശങ്ങൾ? മഞ്ജുഷ്, കൊലക്കേസ് പ്രതിയാണ് മണികണ്ഠൻ. കഴിഞ്ഞ 21 ഇയാൾ ജയിൽ ചാടിയിരുന്നു. പിന്നീട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇയാളെ പോലീസും ജയിൽ വകുപ്പ് അധികൃതരും ചേർന്ന് പിടികൂടിയത്. ഇന്ന് തിരികെ ജയിലിലേക്ക് പ്രവേശിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. ജയിലിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ഇരിക്കുന്നതിനിടെയാണ് വിലങ്ങ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തു മുറിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇയാൾക്ക് സാരമായ പരിക്കേറ്റു. പക്ഷേ ഒരു അപകട നിലയിലേക്ക് പോകുന്ന തരത്തിലുള്ള പരിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് തന്നെ ഇയാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇത് 2ാം തവണയാണ് ഇയാൾ ജയിൽ ചാടുന്നത്. സ്ഥിരമായ ജയിൽ ചാടൽ വാസനയുള്ള ആളാണ്. ജയിലിൽ നിന്ന് രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിന്റെ ഭാഗത്ത് വഴി ചാടി രക്ഷപ്പെടുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഒരു ആത്മഹത്യാ ശ്രമം കൂടി നടത്തിയതിനും ഇയാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യും. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കോഴിക്കോട് കരയിലെത്തിയ കൂറ്റൻ തിമിംഗലത്തെ മത്സ്യത്തൊഴിലാളികൾ അതിസാഹസികമായി ഉൾക്കടലിലേക്ക് തന്നെ വിട്ടു. കോഴിക്കോട് കോരപ്പുഴ വടക്കും ഭാഗം കാട്ടിലെ പീടിക ബീച്ചിലാണ് ചൂണ്ടയിടാൻ വന്നവർ 30 അടിയോളം നീളമുള്ള കൂറ്റൻ തിമിംഗലത്തെ കണ്ടത്. പിന്നീട് മത്സ്യത്തൊഴിലാളികൾ തിമിംഗലത്തെ കടലിലേക്ക് വിട്ടു. ആലപ്പുഴ ബൈപ്പാസിൽ നിന്ന് ലോറി താഴോട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. കൊല്ലം കൊട്ടിയം സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. എറണാകുളത്ത് നിന്ന് കമ്പിയുമായി കൊല്ലത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു ഈ അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പോലീസ് പറഞ്ഞത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നഗരമധ്യത്തിൽ 1 ഏക്കർ ഭൂമിയിൽ പൂവിന്റെയും പച്ചക്കറിയുടെയും കൃഷി. ഓണത്തോടനുബന്ധിച്ച് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി തുടങ്ങിയത്. ആദ്യഘട്ട വിളവെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുത്ത 2.5 ഏക്കറിലെ ഒരു ഭാഗത്താണ് കൃഷി. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും വരെ വെറുതെ കിടക്കുന്ന സ്ഥലത്ത് കൃഷി ഇറക്കുകയായിരുന്നു MLAമാരും ഒപ്പമുള്ളവരും. ഒരു വശത്ത് പൂവ്, മറ്റൊരിടത്ത് പച്ചക്കറി. ഗവൺമെന്റ് കൃഷിഭവൻ മുഖാന്തരം നടത്തിയ കൃഷിയിലൂടെ 1 ഏക്കറിൽ പരം സ്ഥലത്ത് വളരെ മനോഹരമായി ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇത്തരം പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് നഗരമണ്ഡലമായിട്ട് കൂടിയും ഇത്തരം ഒരു പ്രദേശത്ത് കൃഷി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു കാര്യമാണ്. വികസനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ഇവിടെ മുന്നോട്ട് പോവുകയാണ്. ഈ ഓണക്കാലം കഴിഞ്ഞാലുടൻ തന്നെ ഇവിടുത്തെ തറക്കല്ലിടൽ പരിപാടികൾ അടക്കം ആരംഭിക്കും. അതുകൊണ്ട് വികസനത്തിന് പകരം പടവലങ്ങിയോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നതുകൂടി ഈ വിളവെടുപ്പിലൂടെ സാധ്യതമായിരിക്കുകയാണ്.
ഇതിനു പുറമെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വീടുകളിലും ഓണം ലക്ഷ്യമിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യ ഗോൾഡ് കോൺഫറൻസിന്റെ റെസ്പോൺസിബിൾ ജ്വല്ലറി ഹൌസ് അവാർഡ് കരസ്ഥമാക്കി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് വേണ്ടി ഇന്ത്യ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഒ അഷർ, ഇന്ത്യ ഗോൾഡ് പോളിസി സെന്റർ ചെയർപേഴ്സൺ ഡോക്ടർ സുന്ദരവല്ലി നാരായൺ സ്വാമിയിൽ നിന്ന് അവാർഡ് സ്വീകരിച്ചു. മലബാർ ഗോൾഡ് LLCB ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് സീതാരാമൻ വരദരാജൻ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബുള്ളിയൻ ഹെഡ് ദിലീപ് നാരായണൻ എന്നിവർ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6715, പവന് 53,720. 18 ക്യാരറ്റ് ഗ്രാമിന് 5555, പവന് 44,440. വെള്ളി ഗ്രാമിന് 93, കിലോയ്ക്ക് 93,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.